ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് മാവ് കലക്കി ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, 2 കപ്പ് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് അതിൽക്കൊരു ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. 2 കപ്പ് മൈദയ്ക്ക് 2.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചെറിയ ചൂടാക്കി എടുക്കാം. നല്ല ചൂടാക്കണ്ട, ചെറുതായിട്ട് ചൂടായാൽ മതി. വിരലിട്ടാൽ പൊള്ളരുത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാകാനായി വെക്കാം. എന്നിട്ട് ഇതാ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തെടുക്കാം. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തെടുക്കാം പാകത്തിനുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്തെടുത്തിട്ടുള്ളത്. നെയ്യിന് പകരം ഓയിൽ ചേർത്തെടുത്താലും മതി. ഇപ്പം നമ്മൾ ചെറുതായി ചൂടാക്കി എടുത്ത വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ സ്പൂണുമ്മ കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നെയ്യ് അതിലേക്ക് ആവും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ടകളില്ലാണ്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടകളില്ലാണ്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം കട്ടകളില്ലാണ്ട് നമുക്കിതൊന്ന് ഇതുപോലൊന്ന് വിസ്ക് വെച്ചിട്ട് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതാ ബാക്കിയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബാക്കി മൊത്തത്തിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഒട്ടും കട്ടകൾ പാടില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ, കൂടുതൽ നേരം വെക്കരുത്. കൂടുതൽ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതൽ ബബിൾസായി വരും. അപ്പോൾ ഇതാ നമ്മൾ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. കണ്ടല്ലോ, നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഇങ്ങനെ ലൂസിലാണ് കേട്ടോ വേണ്ടത്, കൂടുതൽ ലൂസായി പോകരുത്. ഇപ്പം നമ്മൾ പാൻ വെച്ചിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഫ്ലെയിമൊക്കെ ചൂടായിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു തവി എടുത്തിട്ട് ഇതിന് പതിയെ ചുറ്റിച്ചു കൊടുക്കാം. അത്യാവശ്യം കനത്തിൽ വേണം കേട്ടോ, നല്ല കനം കുറച്ച് പരത്തിയെടുക്കരുത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് വറ്റി വരുവോളൂ ഇതുമ്പോൾ പതിയെ പതിയെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ബബിൾസ് വരും. ബബിൾസ് വരുമ്പോൾ നമുക്കിത് പൊള്ളച്ച് കിട്ടൂല. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബബിൾസ് വരാണ്ടിരിക്കാനാണ് ഇതുപോലെ പതിയെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ വെള്ളമയം ഒന്ന് വറ്റുന്നവരെ ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇതേപോലെ ഒന്ന് ഉരതി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ വെള്ളമയം വറ്റി ബബിൾസൊക്കെ വരാണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം, കയ്യിലെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി വെള്ളമയം വറ്റിയതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് പെർഫെക്റ്റായിട്ട് കുബൂസൊന്നും ആയി കിട്ടൂല കേട്ടോ. നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് കുബൂസിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ പെർഫെക്റ്റായിട്ട് കുബൂസിൻ്റെ അതേപോലെ ആവില്ല. കുബൂസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുബൂസിൻ്റെ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇത് കുബൂസ് എന്ന് പറയാൻ കുട്ടികളൊക്കെ നമുക്ക് പറ്റിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആരും കമൻ്റ് കൊണ്ട് വരരുത് ഇത് കുബൂസൊന്നും അല്ല എന്നൊന്നും പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ 2 അതിരായിട്ട് നമുക്കിത് പൊള്ളച്ച് കിട്ടും. പൊള്ളച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് നേരം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ 2 മിനിറ്റൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് നമുക്കിത് പൊള്ളച്ചത് ഇതുപോലെ തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പൊള്ളച്ചത് ഒട്ടിപ്പോകും. പിന്നെ നമ്മൾ ചൂടാറുമ്പോൾ ഇത് ഒട്ടിപ്പോകും. അപ്പോൾ ഒട്ടിപ്പോകാണ്ടിരിക്കാനാണ് കേട്ടോ നമ്മളിത് പൊള്ളച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾക്കിത് 2 അതിരായി പൊള്ളച്ച് കിട്ടും. അപ്പം നമ്മളിത് രണ്ടാമത്തത് പറന്നെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഫുൾ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം തൂവിയിട്ട് ഒന്ന് ചട്ടിയുടെ പാനിൻ്റെ ചൂടൊന്ന് കമ്മിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നിറച്ച് ഓട്ടകൾ വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ പൊള്ളപ്പിച്ചെടുക്കാൻ പറ്റില്ല.
അപ്പോൾ അതാ കണ്ടല്ലോ, നല്ല ബബിൾസ് ആയിട്ട് തന്നെ പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പതിയെ പതിയെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് രണ്ടതിരായി പൊള്ളച്ച് കിട്ടും. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് ചെറുതായിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ അതിർ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുക. കുറച്ച് നേരം നമുക്കൊരു 1-2 മിനിറ്റ് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുട്ടികളെ പറ്റിച്ചെടുക്കാൻ പറ്റിയ കുബൂസാണ്. അല്ലാണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് കുബൂസ് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഇങ്ങനെ കലക്കി ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. നമുക്ക് ചിക്കൻ കറിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഞാനിതിലേക്കൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നന്നായി പൊള്ളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നും നമ്മൾ സാധാ ഉണ്ടാക്കിയ കുബൂസാണെന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് കണ്ടാലൊക്കെ ഇരിക്കുക. പക്ഷേ കഴിക്കുമ്പോഴാണ് കേട്ടോ ചെറുതായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ കോരി ഒഴിച്ചതിൻ്റെയും മാവ് കുഴച്ചെടുത്തതിൻ്റെയും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇനി ആരും കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കരുതേ. അപ്പോൾ ഇതാ നല്ലോണം മറിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബബിൾസ് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇനി നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടല്ലോ. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. പാന് നല്ലോണം കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആദ്യം കറക്റ്റ് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ മേലെ പതിയെ പതിയെ ഇതാ ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കുക. ഓട്ടകളൊന്നും ആക്കണം കേട്ടോ. ചെറുതായിട്ട് ഓട്ടകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നല്ലോണം ഇങ്ങനെ ബബിൾസ് വരുമല്ലോ. നമ്മളിത് ഈസ്റ്റ് ഇട്ടുകൊണ്ടാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പതിയെ പതിയെ ആക്കി കൊടുക്കുക. ഇതൊന്ന് വറ്റി കിട്ടുന്നവരെ ആക്കിയെടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ, വേഗത്തിൽ വറ്റി കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെ ആയതിന് ശേഷം മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. കണ്ടല്ലോ, ഞാൻ കൂടുതൽ നേരം വെച്ചിട്ട് നിങ്ങൾക്ക് ബോറടിപ്പിക്കണില്ല. അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഡ്യൂപ്ലിക്കേറ്റ് കുബൂസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് വേഗത്തിൽ കുബൂസിൽ ആവശ്യപ്പെടുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് കടയിൽ നിന്നൊന്നും മേടിച്ച് ഉണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ മറ്റുള്ളതും ഒക്കെ ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നേരമൊന്നും ആവില്ല കേട്ടോ. എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, നമ്മുടെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരം അതിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തുകൊണ്ടാണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കണ്ടല്ലോ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് തോന്നും കുബൂസാണെന്ന്, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് കുബൂസാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.